ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. ഇൻ ദി അറ്റിക് എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ ഇനിയും പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സെക്ഷൻ വിസിറ്റ് ചെയ്താൽ മതി. എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ലെസൺസ് അവിടെ ലഭ്യമാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഇൻ ദി അറ്റിക്. ഇൻ ദി അറ്റിക് ഈസ് എൻ എക്സ്ട്രാക്ട് ടേക്കൺ ഫ്രം ദ പിയാനിസ്റ്റ് എ മെമ്മോർ ബൈ ദ പോളിഷ് പിയാനിസ്റ്റ് ആൻഡ് കമ്പോസർ വൗഡിസ്ലോ സ്പിൽമാൻ. എന്താ പറഞ്ഞത്? ഇൻ ദി അറ്റിക്. നമുക്കിത് പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്ററിൻ്റെ പേരാണ് ഇൻ ദി അറ്റിക്. അതെന്താണ്? ഈസ് എൻ എക്സ്ട്രാക്ട്, ഒരു ചുരുക്കിയ, അത് സമ്മറൈസ് ചെയ്ത ഒരു ഭാഗമാണ്. ടേക്കൺ ഫ്രം ദ പിയാനിസ്റ്റ്. പിയാനിസ്റ്റ് എന്ന മെമ്മോ. എന്താണ് പിയാനിസ്റ്റ്? ആ പുസ്തകം ഒരു മെമ്മോ, ഓർമ്മക്കുറിപ്പാണ്. മെമ്മോയർ എന്ന് പറയരുത്. ഒരു ഓർമ്മക്കുറിപ്പിന് ഇംഗ്ലീഷ് പറയാം മെമ്മോ എന്നാണ് കേട്ടോ. അതൊരു ഓർമ്മക്കുറിപ്പാണ്. അത് ആരാണ് എഴുതിയത്? ബൈ ദ പോളിഷ് പിയാനിസ്റ്റ് ആൻഡ് കമ്പോസർ വൗഡിസ്ലോ സ്പിൽമാൻ. പോളിഷ് പിയാനിസ്റ്റും പോളണ്ടിലുള്ള ഒരു പിയാനിസ്റ്റ് ആയിരുന്നു ഇദ്ദേഹം. ഒരു ജൂതനുമായിരുന്നു. അതുപോലെ തന്നെ മ്യൂസിക് കമ്പോസറും ഒക്കെ ആയിട്ടുള്ള വൗഡിസ്ലോ സ്പിൽമാൻ. അദ്ദേഹത്തിൻ്റെ ഉച്ചാരണം പേര് വായിക്കേണ്ടത് വൗഡിസ്ലോ സ്പിൽമാൻ എന്നുള്ളതാണ്. നിങ്ങൾ ഇതിൻ്റെ ഒരു സ്പിൽമാൻ എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് എങ്കിലും നോക്കുക. SZPILMAN. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിച്ചു വെക്കണം. The narrator Władysław Szpilman was a pianist in the Polish radio. അദ്ദേഹം പോളിഷ് റേഡിയോയിലെ ഒരു പിയാനിസ്റ്റ് ആയിരുന്നു, വൗഡിസ്ലോ സ്പിൽമാൻ. അദ്ദേഹം ആണ് ഈ കഥ പറയുന്നത്. നരേറ്റർ അദ്ദേഹമാണ്. ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനി ഓക്യുപ്പൈഡ് പോളണ്ടിൻ്റെ പല പ്രദേശങ്ങളും അത് പിടിച്ചടക്കി. കോസിങ് ഇറ്റ്സ് സിവിലിയൻസ് എസ്പെഷ്യലി ജൂസ് നൈറ്റ് മാസ്. അപ്പോൾ ജർമ്മനി പോളണ്ടിനെ പല ഭാഗങ്ങളും പിടിച്ചടക്കിയപ്പോൾ അതിലെ സിവിലിയൻ സാധാരണക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ. അതവർക്ക് നൈറ്റ് മാസ്, ദുസ്വപ്നങ്ങൾ നൽകി എന്നുള്ളതാണ്. അതായത് ഇവരെ കൂട്ടത്തോടെ കൊല്ലുക, ടോർച്ചർ ചെയ്യുക, പീഡിപ്പിക്കുക ഒക്കെ ഉണ്ടായിരുന്നു. മെനി വേർ ടോർച്ചേർഡ്. അതിൽ ഒരുപാട് പേര് പീഡിപ്പിക്കപ്പെട്ടു. കിൽഡ്, കൊല്ലപ്പെട്ടു. ഓർ ബാനിഷ്ഡ്, നാട് കടത്തപ്പെട്ടു. സ്പിൽമാൻ ബീങ് എ പോളിഷ് ജൂ ഹാഡ് ഗോൺ ത്രൂ ഹാർഡ് ടൈംസ് ഡ്യൂ ടു വാർ. സ്പിൽമാന് ഒരു പോളിഷ് ജൂ ആയതുകൊണ്ട് തന്നെ ഹാഡ് ഗോൺ ത്രൂ, അദ്ദേഹം വിധേയമായി അല്ലെങ്കിൽ കടന്നുപോയി. ഇതിലൂടെ ഹാർഡ് ടൈംസ്, കഠിനമായ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഡ്യൂ ടു വാർ, രണ്ടാം ലോക മഹായുദ്ധം കാരണം. ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് ഹോം. അദ്ദേഹത്തിൻ്റെ വീട് നഷ്ടപ്പെട്ടു. ആൻഡ് ഫാമിലി മെമ്പേഴ്സും നഷ്ടപ്പെട്ടു. ഹി ഫൗണ്ട് റെഫ്യൂജ് ഇൻ ദ റൂയിൻസ് ഇൻ വാർസോ വേർ സ്പിൽമാൻ കെയിം അക്രോസ് വിൽം ഹോസൻഫെൽഡ്, എ ജർമ്മൻ സോൾജർ. റെഫ്യൂജ് അഭയസ്ഥാനാണ്. പോളണ്ടിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് വാർസോ. ഈ വാർസോയിലെ തകർന്ന ഇടങ്ങളിൽ പല ബിൽഡിങ്ങിലും മാറി മാറി ഇദ്ദേഹം ഒളിച്ച് താമസിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം അഭയം കണ്ടെത്തിയത്. അങ്ങനെ ഒരു ബിൽഡിങ്ങിൽ വെച്ച് സ്പിൽമാന് കെയിം അക്രോസ്, അവിചാരിതമായിട്ട് കണ്ടുമുട്ടി. ഫ്രൈസൽ വെർബാണ് കെയിം അക്രോസ്. അതിൻ്റെ അർത്ഥം അവിചാരിതമായിട്ട്, ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലാതെ കണ്ടുമുട്ടി. ആരെ? വിൽം ഹോസൻഫെൽഡ് എന്ന ജർമ്മൻ സോൾജറെ. സ്പിൽമാൻ ഹിഡ് ഹിംസെൽഫ് ഇൻ ദി അറ്റിക് ഓഫ് എ ബിൽഡിംഗ്. ഇനി സ്പിൽമാന് ഒളിച്ചു താമസിക്കുകയായിരുന്നു. ഹിഡ് എന്ന് പറഞ്ഞാൽ ഹൈഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. ഒളിച്ചു താമസിക്കുകയായിരുന്നു ഇൻ ദ അറ്റിക് ഓഫ് എ ബിൽഡിംഗ്. അറ്റിക് എന്ന് പറഞ്ഞാൽ മച്ച്, അതായത് റൂഫിൻ്റെ തൊട്ട് താഴെ ചെറിയൊരു അറ, സാധനമൊക്കെ വെക്കാനുള്ള അറ. അവിടെ ഒളിച്ചു താമസിക്കുകയായിരുന്നു സ്പിൽമാൻ. ഹി ഓഫൺ ഹേർഡ് ആർട്ടിലറി ഫയർ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. ആർട്ടിലറി എന്ന് പറഞ്ഞാൽ വലിയ ഗണ്ണാണ്. ഏതുപോലെ? പീരങ്കി പോലുള്ള വലിയ ഗണ്ണ്. അതിൽ നിന്നുള്ള ഫയർ, ബിൽഡിങ്ങിന് പുറത്തു നിന്ന് അതിലെ ശബ്ദം അദ്ദേഹം കേട്ടു. വിൽം ഹോസൻഫെൽഡ് വാസ് എ കൈൻഡ് ആൻഡ് ജനറസ് സോൾജർ. അപ്പോൾ വിൽം ഹോസൻഫെൽഡ് എന്ന ഈ ജർമ്മൻ ഓഫീസർ വളരെ ജനറസ് ആയിരുന്നു, ഉദാരമതിയായിരുന്നു. അതുപോലെ തന്നെ കൈൻഡ്, ദയവുള്ള ഒരു ഓഫീസറായിരുന്നു, സോൾജറായിരുന്നു. ഹു ബ്രോട്ട് സ്പിൽമാൻ ബ്രെഡ് ആൻഡ് ജാം ടു ഈറ്റ്. സ്പിൽമാൻ ജൂതനാണ് അല്ലേ. അപ്പോൾ ശരിക്കും ജർമ്മൻ സോൾജർക്ക് വെടിവെച്ച് കൊല്ലാം അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യാം. പക്ഷെ ഒന്നും ചെയ്യാതെ ബ്രെഡ് ജാമൊക്കെ കൊടുത്തു, ഭക്ഷണം കഴിക്കാൻ കൊടുത്തു. ഇനിയോ, ആൻഡ് ഗേവ് ഹിസ് മിലിറ്ററി ഓവർ കോട്ട് ടു റെസിസ്റ്റ് ദ സ്നോ. നല്ല കനത്ത മഞ്ഞുവീഴ്ചയുടെ സമയത്ത് ഈ ജർമ്മൻ ഓഫീസർ തൻ്റെ ഓവർ കോട്ട് എടുത്ത് തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു.
Wilhelm Hosenfeld himself admitted that he was ashamed of being a German for what they had been doing. ഇനി വില്യം ഹോസൻഫെൽഡ് അഡ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഹി വാസ് അഷെയിംഡ് ഓഫ് ബീയിങ് എ ജർമ്മൻ. ഒരു ജർമ്മൻകാരനായതിൽ അദ്ദേഹം അപമാനിതനാണ്, നാണക്കേട് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഈ വാറിൻ്റെ സമയത്ത് അവർ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് ആലോചിച്ച് അദ്ദേഹത്തിന് ഭയങ്കര അപമാനം തോന്നുന്നുണ്ട്. മോറോവർ, അതിന് പുറമെ ഹി അഡ്വൈസ്ഡ് സ്പിൽമാൻ ടു ലീവ് ഫോർ എ സേഫർ പ്ലേസ് ദാറ്റ് ഹി ഡിനൈഡ് ഇറ്റ് വൺസ്. മാത്രമല്ല സ്പിൽമാനോട് പറയുന്നുണ്ട് ജർമ്മൻ ഓഫീസർ, എന്താ പറയുന്നത്, ഒരു കുറച്ചുകൂടെ സേഫായ സ്ഥലത്തേക്ക് പോകാൻ പറയുന്നുണ്ട്. എന്നാൽ അത് ഡിനൈ ചെയ്യാണ്, എതിർക്കുകയാണ്, നോ എന്ന് പറയാണ് സ്പിൽമാന് ആ നാട് വിട്ടു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. At the request of Wilhelm Hosenfeld, Spielmann played a piano in the next room, which was a moment of solace in the midst of chaos and confusion. വിൽം ഹോസൻഫെൽഡിൻ്റെ റിക്വസ്റ്റ് പ്രകാരം സ്പിൽമാന് അവൻ ഒളിച്ചു താമസിക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിൽ ഒരു പിയാനോ ഉണ്ടായിരുന്നു തൊട്ടടുത്ത റൂമിൽ. അപ്പോൾ അതൊന്ന് പ്ലേ ചെയ്യാൻ പറഞ്ഞു. സ്പിൽമാൻ പിയാനിസ്റ്റ് ആണല്ലോ, അത് പ്ലേ ചെയ്തു. അതെന്താണ് ആ ഒരു അവസരം, ഒരു മൊമെൻ്റ് ഓഫ് സൊലേസ്, ഒരു ആശ്വാസത്തിൻ്റെ സമയമായിരുന്നു. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ്, ഇടയിൽ, എന്തിൻ്റെ ഇടയിൽ, മിഡ്സ്റ്റ് ഓഫ് കെയോസ്. കെയോസ് എന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നങ്ങൾ ആൻഡ് കൺഫ്യൂഷൻ. അപ്പോൾ കൺഫ്യൂഷൻ്റെയും അതുപോലെ തന്നെ കെയോസിൻ്റെയും ഇടയിൽ അതൊരു സമാധാനത്തിൻ്റെ സമയമായിരുന്നു. ഫൈനലി അവസാനം ജർമ്മൻ ലെഫ്റ്റ് വാർസോ വിട്ടുപോയി, അല്ലെങ്കിൽ പോളണ്ട് തന്നെ വിട്ടുപോയി ജർമ്മൻസ്. സോ ഡിഡ് വിൽം ഹോസൻഫെൽഡ്. അപ്പോൾ പട്ടാളക്കാരൊക്കെ പോകുമ്പോൾ അതേപോലെ തന്നെ വിൽം ഹോസൻഫെൽഡും അവിടെ നിന്ന് പോയി. Before Hosenfeld left, Spielmann had given him his address to contact in case of need. അപ്പോൾ ഹോസൻഫെൽഡ് പോകുന്നതിന് മുൻപ്, ജർമ്മൻ ഓഫീസർ പോകുന്നതിന് മുൻപ് സ്പിൽമാനെ ഒരു നന്ദി സൂചകം എന്നോണം അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. കാരണം എപ്പോഴെങ്കിലും എന്തെങ്കിലും അപകടത്തിൽ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിൽ ഈ ജർമ്മൻ ഓഫീസർ പെട്ടാൽ സഹായത്തിന് കോൺടാക്ട് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലവും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വെൻ ദ ആർട്ടിലറി ഫയർ ഡൈഡ്, അങ്ങനെ അവർ പോയിട്ടോ, ജർമ്മൻ ഓഫീസർ പോയി. പിന്നെ പതുക്കെ പുറത്തുണ്ടായിരുന്ന ഈ വലിയ ഗണ്ണിൻ്റെ ഒക്കെ ശബ്ദം അവസാനിച്ചു. ആർട്ടിലറി ഫയർ ഡൈഡ് നിന്നപ്പോൾ സ്പിൽമാൻ കെയിം ഡൗൺ, അറ്റിക്കിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ആൻഡ് പുട്ട് ഹിസ് ഹെഡ് ഔട്ട് ഓഫ് ദ ഡോറിന് പുറത്തേക്ക് തൻ്റെ തലയിട്ടു. ആസ് ഹി വാസ് വെയറിങ് എ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്പിൽമാന് പോളിഷ് ആണെങ്കിലും പിന്നെ പട്ടാളക്കാരൻ കൊടുത്ത ആ ഓവർകോട്ട് ജർമ്മൻ ഓവർകോട്ടാണ് ധരിച്ചിട്ടുള്ളത്. അപ്പോൾ പുറത്തുണ്ടായിരുന്ന സ്ത്രീ എന്ത് ചെയ്തു? ദ വുമൺ ഔട്ട് സൈഡ് മിസ്റ്റോക്ക് ഹിം ഫോർ എ ജർമ്മൻ ഇൻ ഹൈഡിങ്. പുറത്തുണ്ടായിരുന്ന സ്ത്രീ ഈ തെറ്റിദ്ധരിച്ചു ഇവൻ ആരാണ്, ഒരു ജർമ്മൻ ഇൻ ഹൈഡിങ്, ഒളിച്ചിരിക്കുന്ന ജർമ്മനാന്ന് കരുതി. ആൻഡ് സ്ക്രീംഡ്, ഉറക്കെ കരഞ്ഞു. ദാറ്റ് ബ്രോട്ട് ദ പോളിഷ് സോൾജേഴ്സ് അറൗണ്ട് ദ ബിൽഡിംഗ്. അപ്പോൾ പോളിഷ് സോൾജേഴ്സ്, ഇപ്പോൾ ജർമ്മൻസൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട്, ധൈര്യമായിട്ട് ഇവന് പുറത്ത് വരാം, കുഴപ്പമില്ല. പക്ഷേ ഈ ഓവർകോട്ടുള്ളത് കൊണ്ട് ഈ പോളിഷ് സോൾജേഴ്സ് എന്ത് ചെയ്തു? ഇതിനെ സറൗണ്ട് ചെയ്തു, ഈ ബിൽഡിങ്ങിനെ. ദേ ട്രൈഡ് ടു ഷൂട്ട് ഹിം, വെടിവെക്കാൻ തുനിഞ്ഞു, വെടിവെച്ചു, കൊണ്ടില്ല ഭാഗ്യത്തിന്. ആൻഡ് ഈവൻ ഹാൻഡ് ഗ്രനേഡ്സ് വർ എക്സ്പ്ലോഡഡ്. ഈ പിന്നെ ഗ്രനേഡ്, ചെറിയ ആ ഒരു പിന്നെ ഇതിൻ്റെ ഒരു നമുക്കറിയാലോ, നമ്മൾ എറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു തരം ബോംബ്, ആ ഗ്രനേഡ് ബോംബെന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അതിൻ്റെ ഒരു ആ പിന്നെ ഊരിയിട്ട് എറിഞ്ഞ് പൊട്ടിക്കുന്ന അതുവരെ ഇവർ പ്രയോഗിച്ചു. സ്പിൽമാൻ ഷൗട്ടഡ് ദാറ്റ് ഹി വാസ് എ പോളിഷ് നോട്ട് ജർമ്മൻ. ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സ്പിൽമാന്, ഞാൻ പോളിഷാണ്, ജർമ്മൻ അല്ലെന്ന് പറയുന്നു. വെൻ ദ സോൾജേഴ്സ് കെയർഫുള്ളി അനലൈസ്ഡ് ഹിം. സോൾജേഴ്സ് അവനെ ശരിക്കും അനലൈസ് ചെയ്തപ്പോൾ ദേ അണ്ടർസ്റ്റുഡ് ഹി വാസ് എ പോളിഷ്. അവർക്ക് മനസ്സിലായി ഇവന് ജർമ്മൻ അല്ല, പോളിഷ് ആണെന്ന്. ഹി വാസ് ടേക്കൺ ടു ദർ ഹെഡ് ക്വാർട്ടേഴ്സ് വെർ ഹി വാസ് വാഷ്ഡ് ആൻഡ് ഓഫേർഡ് ഫുഡ്. അങ്ങനെ ജർമ്മൻസ് അല്ല, ഇവിടെ പോളിഷ് സോൾജേഴ്സ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഇവനെ കൊണ്ടുപോകുന്നു. അവിടെ അവന് ഭക്ഷണം കൊടുക്കുന്നു, അവനെ വാഷ് ചെയ്യുന്നു, അവനെ കഴുകി വൃത്തിയാക്കുന്നു. ആഫ്റ്റർ 2 weeks, 2 ആഴ്ചകൾക്ക് ശേഷം, ഹി വാക്ക്ഡ് ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് വാർസോ സ്ട്രീറ്റ്സിലൂടെ ഇവൻ ഇങ്ങനെ നടക്കുകയാണ്, ഫിയർലെസ്ലി, ഭയമില്ലാതെ. ആൻഡ് മേഡപ്പ് ഹിസ് മൈൻഡ് എന്നുള്ള ഫ്രേസൽ വെർബാണ് അർത്ഥം. ഡിസൈഡഡ്, തീരുമാനിച്ചു. ടു ബിഗിൻ എ ന്യൂ ലൈഫ്, ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ തീംസായിട്ട് നമുക്ക് പെർസിവറൻസ് പറയാം, ഈവൻ പെർസിസ്റ്റൻസ് പറയാം, സർവൈവൽ പറയാം, ഹ്യൂമാനിറ്റി പറയാം. പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് വൗഡിഷ്ഫൗ, സ്പിൽമാൻ ആൻഡ് വിൽം ഹോസൻഫെൽഡ്. ഓക്കെ,
അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.